إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم قل إنما أنا بشر مثلكم يوحى إلي أنما إلهكم إله واحد فمن كان يرجو لقاء ربه فليعمل عملا صالحا ولا يشرك بعبادة ربه أحدا. ബഹുമാന്യരായ സത്യവിശ്വാസി സഹോദരന്മാരെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനുൽ ഇസ്ലാമിൻ്റെ നിയമ നിർദ്ദേശങ്ങളും വിധി വിലക്കുകളും ജീവിതത്തിൻ്റെ സകല മേഖലകളിലും പാലിച്ചുകൊണ്ട് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കണേ എന്ന് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യ മേഖലകളിൽ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന അവൻ്റെ ഉത്തമരായ അടിമകളിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത ചരിത്രവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് കഴിഞ്ഞ ഖുത്ബയിൽ നമ്മൾ സൂചിപ്പിച്ചു വച്ചത്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സൃഷ്ടിപ്പ് എല്ലാ മനുഷ്യരുടെയും സൃഷ്ടിപ്പ് പോലെ തന്നെയായിരുന്നു എന്നാണ് പ്രമാണങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട വ്യക്തിത്വമല്ല. പലപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിഴലുണ്ടോ നിഴലില്ലേ എന്നെല്ലാമുള്ള ചർച്ചകൾ നമ്മുടെ നാടുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതെല്ലാം കടന്നു വരുന്നത് പ്രമാണങ്ങളുടെ പിൻബലമില്ലാത്ത അഥവാ സ്വഹീഹായ ഹദീസുകളുടെയോ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളുടെയോ വിശുദ്ധ ഖുർആനിൻ്റെയോ ഒന്നും പിൻബലമില്ലാത്ത ധാരാളക്കണക്കിന് ഇസ്ലാമിൻ്റെ പേരിൽ കടത്തിക്കൂട്ടപ്പെട്ട കള്ളക്കഥകളുടെ അടിസ്ഥാനത്തിലാണ് അത്തരം വിശ്വാസങ്ങളും വാദങ്ങളും ഒക്കെ മുസ്ലിം സമൂഹത്തിനിടയിൽ കടന്നു വന്നിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അസ്തിത്വം പ്രകാശമാണ്. അതുകൊണ്ട് അവിടുന്ന് പ്രകാശത്തിന് പിന്നെ ഒരു നിഴലുണ്ടാകാൻ പാടില്ലല്ലോ എന്ന നിലക്കാണ് ആ ചർച്ചയ്ക്ക് വന്നത്. ഞാൻ കഴിഞ്ഞ ഖുത്ബയിൽ അത് സൂചിപ്പിച്ചിരുന്നു.
അതിനൊന്നും സ്വഹീഹായ ഒരു രേഖയും ഇല്ല എന്നുള്ളത്. ഇനി പ്രിയമുള്ളവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ജനിക്കുന്നത് എല്ലാവിധ തിന്മകളുടെയും കൂത്തരങ്ങായ ഒരു നാട്ടിലാണ്. എന്നാൽ ആ തിന്മകളൊന്നും ഒരു നിലക്കും അതിൻ്റെ ഒരംശവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലേക്ക് ഒരിക്കലും കടന്നു വരികയുണ്ടായിട്ടില്ല. അദ്ദേഹത്തിന്റെ ശൈശവവും അദ്ദേഹത്തിന്റെ ബാല്യവും യൗവനവുമെല്ലാം അവിടുന്ന് ജീവിച്ച നാട് ഏറ്റവും മലീമസമായ എല്ലാ തിന്മകളും കുടികുത്തി വാണിരുന്ന ഒരു പ്രദേശമാണത്. വ്യഭിചാരം സാർവത്രികമായിരുന്നു, മദ്യപാനം, അതുപോലെ തന്നെ പരസ്പരം കൊലപാതകങ്ങൾ, ജ്യോത്സ്യന്മാർ, കണക്കന്മാർ, ബിംബാരാധകൻ, ഇങ്ങനെ തുടങ്ങി എല്ലാം. കഅബാലയത്തിന്റെ അകത്തളത്തിൽ 300-ലധികം വിഗ്രഹമുണ്ടായിരുന്നു എന്നാണ് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ളത്. പലതരത്തിലുള്ള ആഘോഷങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. കഅബാലയം തവാഫ് ചെയ്തിരുന്നത് അന്നത്തെ കാലഘട്ടത്തിൽ നഗ്നരായിക്കൊണ്ടാണ് എന്നാണ്. അതിനവർക്ക് ചില വാദങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഓരോരുത്തരും അവർ ചെയ്യുന്ന തിന്മകൾക്ക് അതിന് ചില ന്യായീകരണങ്ങൾ കണ്ടെത്തും. മക്കയിലെ മുശ്രിക്കുകളായ ആളുകൾക്കും അതിനൊരു ന്യായീകരണം ഉണ്ടായിരുന്നു. തങ്ങൾ ഈ വസ്ത്രം ധരിച്ചുകൊണ്ടാണ് തെറ്റിലേർപ്പെട്ടിട്ടുള്ളത്, തിന്മയിലേർപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് ആ വസ്ത്രം ധരിച്ചുകൊണ്ട് ഞങ്ങൾ തവാഫ് ചെയ്യുകയില്ല. നമുക്ക് തോന്നിപ്പോകും അതൊരു നല്ല കാര്യമാണ് എന്ന്. എന്നാൽ പ്രിയമുള്ളവരെ, അങ്ങനെയെല്ലാം നടമാടിയിരുന്ന എല്ലാ തിന്മകളും ഒരിക്കൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ജ്യോത്സ്യന്റെ അടുക്കലേക്ക് കടന്നുപോയിട്ടില്ല. അവിടെ ജ്യോത്സ്യന്മാരില്ലാഞ്ഞിട്ടല്ല, ഭാവി പ്രവചകന്മാരില്ലാഞ്ഞിട്ടല്ല. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെറുപ്പം മുതലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു പ്രവാചകനാകാൻ വേണ്ടി വരികയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടുന്ന് ചെറുപ്രായത്തിൽ തന്നെ ഹലീമത്തു സഅദിയ ബീവിയുടെ ആ വീട്ടിൽ മുല കുടിക്കാൻ വേണ്ടി അറബികളുടെ രീതിയായിരുന്നു മറ്റു സ്ത്രീകളെ ഏൽപ്പിക്കുന്ന ഒരു പതിവ് അവർക്കുണ്ടായിരുന്നു. അങ്ങനെ ആ സമയത്ത് അവിടുത്തെ നെഞ്ചകം പിളർന്ന് അതിൽ നിന്നും ഒരു രക്തക്കട്ട പുറത്തെടുക്കുകയും അത് പിന്നീട് തിരിച്ച് അതേ രൂപത്തിൽ തന്നെ പൂർവസ്ഥിതിയിലേക്ക് മാറ്റുകയും ചെയ്ത ചരിത്രം നമുക്ക് കാണാൻ സാധിക്കും. അനസ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുന്നുണ്ട്, ചെറിയ ആ ഒരു കാലഘട്ടത്തിൽ അവിടുന്ന് ചെറുപ്രായമെത്തി നിൽക്കുന്ന ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് അത്താഹു ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് വരികയാണ്. വഹുവ യൽഅബു മഅൽ ഗിൽമാൻ. ഹലീമത്തു സഅദിയ ബീവിയുടെ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് അവർ മറ്റു കുട്ടികളുടെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഫഅഖദഹു, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കൊണ്ടുപോവുകയും ഫസറഅഹു ഫശക്ക അൻ ഖൽബിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെഞ്ചകം അതങ്ങ് പിളർത്തി. ഫസ്തഖറജൽ ഖൽബ ഫസ്തഖറജ മിൻഹു അലഖതൻ, എന്നിട്ട് ഹൃദയത്തെ അങ്ങ് പുറത്തെടുത്തു. ആ ഹൃദയത്തിൽ നിന്നും ഒരു രക്തക്കട്ടയത പുറത്തെടുക്കുകയാണ്, എന്നിട്ട് പുറത്തു കറയുകയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയം അങ്ങ് കഴുകി സംസം കൊണ്ട് കഴുകി വീണ്ടും പൂർവസ്ഥിതിയിലേക്ക് വെക്കുകയാണ്. എന്നിട്ട് ഈ സംഭവം കണ്ട കൂടെ കളിച്ചിരുന്ന തന്റെ കൂട്ടുകാരായ ആളുകൾ തന്റെ വീട്ടിലേക്ക് ഓടുകയാണ്. അവരുടെ വീട്ടിലേക്ക് ഓടിക്കൊണ്ട് പറയുകയാണ്, മുഹമ്മദിനദാ ഇന്ന മുഹമ്മദൻ ഖദ് ഖുതില. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് പ്രവാചകനല്ല, 4 വയസ്സ് പ്രായം ഉള്ള സമയമാണ്, അവിടുന്ന് കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് കൂടെ കളിച്ചിരുന്ന കുട്ടികളൊക്കെ അത് കണ്ടപ്പോ പേടിച്ച് വീട്ടിൽ ഓടി. എന്നിട്ട് പറയാണ്, ഇന്ന മുഹമ്മദൻ ഖദ് ഖുതില, മുഹമ്മദ് അദ്ദേഹം കൊല്ലപ്പെട്ടു, വധിക്കപ്പെട്ടു എന്ന്.
അങ്ങനെ അവിടെ നിന്ന് വലിയ ഹലീമത്തു സഅദിയൊക്കെ ഇങ്ങനെ വന്നപ്പോൾ പ്രിയമുള്ളവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം ഇങ്ങനെ വിവരണമായി അവിടെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, വഖദ് കുന്തു അറാ അസ്റദാലിക്കൽ മിഖയ്യത ഫീ സദ്രിഹി, ഞാൻ അതിന്റെ പാടുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെഞ്ചിൽ അത് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പിന്നീട് അനസ് റളിയല്ലാഹു അൻഹു പറയാം. അതൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രവാചകനാക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് വളർത്തിക്കൊണ്ടുവരികയാണ്. മാത്രമല്ല നുബുവത്തിന്റെ മുമ്പേ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു പോകുമ്പോൾ കല്ലുകൾ സലാം പറയാറുണ്ടായിരുന്നു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് പറയുന്നുണ്ട്, ആ കല്ല് എന്നോട് സലാം പറഞ്ഞിരുന്ന, എന്നെ പ്രവാചകനാക്കുന്നതിന്റെ മുമ്പ്, ഞാൻ പ്രവാചകനാകുന്നതിന് മുമ്പ് എന്നോട് സലാം പറഞ്ഞിരുന്ന കല്ല്, അതിന് ഞാൻ ഇപ്പോഴും തിരിച്ചറിയുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറുപ്രായത്തിൽ തന്നെ, വളർന്നു വരുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള പ്രത്യേകതകൾ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നമുക്ക് കാണാൻ സാധിക്കും പ്രിയമുള്ളവരെ. മാത്രമല്ല അവിടുന്ന് ചെറുപ്രായത്തിൽ ആ മക്കയിൽ ജീവിച്ചു കൊണ്ടിരിക്കെ അവിടുത്തെ യൗവന കാലഘട്ടത്തിൽ അവർക്കിടയിൽ ഒരു പ്രശ്നമുണ്ടായി. കഅബാലയം പുനർനിർമ്മിക്കുന്ന സമയത്ത് ഈ ഹജറുൽ അസ്വദ് എവിടെ, ആ ഹജറുൽ അസ്വദ് ആരാണ് അതിന്റെ തലസ്ഥാനത്ത് വെക്കേണ്ടത് എന്നുള്ള തർക്കമുണ്ടായിരുന്നു. അവർ ഹലാലായ സമ്പാദ്യം മാത്രം എടുത്ത് കഅബയെ അവർ പുനർനിർമ്മിക്കുകയാണ്. ആ തർക്കം, ഹജറുൽ അസ്വദ് എവിടെ വെക്കണം എന്നുള്ള തർക്കമുണ്ടായപ്പോൾ ആ തർക്കം മൂർച്ഛിച്ച് അതൊരു വലിയ യുദ്ധത്തിലേക്ക് എത്തുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ അവർക്കിടയിൽ അവർ ഒരു തീരുമാനമുണ്ടാക്കി, നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം, നമുക്കിവിടെ കുറച്ചു നേരം നോക്കാം, ആരാണ് ആദ്യമായി ഇനി കഅബാലയത്തിലേക്ക് വരുന്നതെങ്കിൽ അവരെ കൊണ്ട് ഒരു തീരുമാനമെടുപ്പിക്കാം. ആ വ്യക്തിയെ നമുക്കൊരു മധ്യസ്ഥനായി സ്വീകരിച്ച് ആ വ്യക്തി പറയുന്ന കാര്യം നമുക്ക് സ്വീകരിച്ചുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാം എന്നവർ തീരുമാനിച്ചു. അങ്ങനെ അവിടേക്ക് ആദ്യമായി കടന്നു വന്നത് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു. നമ്മൾ മനസ്സിലാക്കണം, അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനായിട്ടില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കിടയിലേക്ക് വന്നു. അവരുടെ പ്രശ്നം അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനൊരു പരിഹാരം കണ്ടു. എന്താണ് പരിഹാരം? ഒരു തുണി കൊണ്ടുവരാൻ പറഞ്ഞു. ആ തുണി നിവർത്തി വെക്കുകയും ആ തുണിയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജറുൽ അസ്വദ് അവിടുത്തെ പരിശുദ്ധമാക്കപ്പെട്ട കൈകൾ കൊണ്ട് എടുത്തു വെക്കുകയാണ്. എന്നിട്ട് ആ ഗോത്രക്കാരായ ആളുകളുടെ നേതാക്കന്മാരോട് പറയുകയാണ്, നിങ്ങൾ ഓരോ ഗോത്രത്തിന്റെയും ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ ഈ തുണിയുടെ ഓരോ ഭാഗത്തും പിടിക്കുക. അങ്ങനെ അവരെല്ലാവരും ആ തുണിയുടെ ഓരോ ഭാഗത്തും പിടിച്ച് കഅബാലയത്തിന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവിടെ വെച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കൈകൾ കൊണ്ട് ആ തുണിയിൽ നിന്ന് ഹജറുൽ അസ്വദ് എടുത്ത് അതിന്റെ ആ സ്ഥാനത്ത് വെക്കുകയും ചെയ്തു. എന്ന് വെച്ചാൽ മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകളായ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർക്കിടയിലുള്ള പ്രശ്നങ്ങൾക്കുള്ള ഒരു പരിഹാരമായി കണ്ടിരുന്നു എന്ന് സാരം. 40 വയസ്സ് വരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അൽ അമീൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അൽ അമീൻ എന്നറിയപ്പെട്ടത് വിശ്വസ്തൻ. അവർക്കൊരു യാത്ര പോകുമ്പോൾ വിലപിടിപ്പുള്ള വസ്തുക്കൾ ഉണ്ടെങ്കിൽ അത് ഏൽപ്പിച്ചിരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആയിരുന്നു. എല്ലാവിധ തിന്മകളും ആ സമൂഹത്തിൽ ഉണ്ടായിട്ട് ആ തിന്മകളോടൊന്നും ഒരു നിലക്കും സഹകരിക്കാത്തത് കാരണത്താൽ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ അംഗീകരിക്കാതിരുന്നിട്ടില്ല. അവരുടെ ഏത് പ്രശ്നങ്ങളിലും പരിഹാരമായി കൊണ്ട്, മധ്യസ്ഥനായി കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വീകരിക്കുകയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ വിശ്വസ്തനാണ് എന്ന സർട്ടിഫിക്കറ്റ് നൽകുകയും ചെയ്തിരുന്നു എന്ന സാരം. എന്നാൽ പ്രിയമുള്ളവരെ, പിന്നീട് നമ്മൾ മനസ്സിലാക്കണം, 40ാമത്തെ വയസ്സിൽ അവിടത്തേക്ക് വഹി നൽകപ്പെടുകയും ആ വഹയിന്റെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ജനങ്ങളോട് ദീനങ്ങ് പറഞ്ഞു കൊടുക്കുകയും ചെയ്തത് മുതലാണ് ആ പ്രവാചകൻ കള്ളവാദിയായി മാറിയത്. കണ്ടോ? അത് മുതലാണ് പിന്നീട് ആ പ്രവാചകന് വിമർശനങ്ങൾ ഏൽക്കേണ്ടി വന്നത്. അതുവരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശിർക്ക് ചെയ്തിട്ടില്ല. അതുവരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തിന്മക്കും
ശിർക്ക്പരമായ ഒരു വിശ്വാസത്തിനും കൂട്ടുനിന്നിട്ടില്ല. അവിടെ പല ആഘോഷങ്ങളുമുണ്ട്, അതിലേക്കൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയിട്ടില്ല. പക്ഷെ അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? ഒന്നുമില്ല. ആ നബിയെ, ആ പ്രവാചകനെ എന്ന് വെച്ചാൽ പ്രവാചകനാകാത്ത കാലഘട്ടത്തെ അദ്ദേഹത്തെ അവർ അംഗീകരിച്ചിട്ടുണ്ട്, അദ്ദേഹത്തെ അവർ സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ അവിടുന്ന് ആ വിശ്വസിക്കുന്ന ആദർശം അനുസരിച്ചുകൊണ്ട് ജീവിക്കുക മാത്രമല്ല, അത് പറയുക കൂടി ചെയ്തപ്പോൾ അവർക്കിടയിൽ അവമതിക്കപ്പെട്ടവനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാറുകയാണ് ഉണ്ടായത്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ ഉത്തരവാദിത്തം ദീൻ അനുസരിച്ചുകൊണ്ട് ജീവിക്കൽ മാത്രമല്ല. അത് മാത്രമല്ല, ആളുകൾക്കിടയിൽ നമുക്ക് വലിയ സ്വാധീനമൊക്കെ ഉണ്ടാകും, ആളുകൾ നമ്മളെ കുറിച്ച് നല്ലതൊക്കെ പറയും. പക്ഷേ എന്ന് നമ്മൾ ഇസ്ലാം ജനങ്ങളോട് പഠിപ്പിച്ച ആദർശം തുറന്നു പറയുന്നുവോ ഉണ്ടോ, അത് മുതൽ നമ്മൾ മഹല്ലിൽ കുഴപ്പമുണ്ടാക്കുന്നവനായി മാറും. ഏതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മഹല്ലിൽ കുഴപ്പമുണ്ടാക്കിയ വ്യക്തിയായി മാറ്റപ്പെട്ടതുപോലെ കുടുംബത്തിൽ പ്രശ്നക്കാരനായി മാറും. ഇന്ന് എന്തുകൊണ്ട് നമ്മളെ കുറിച്ചത് പറയുന്നില്ല എന്ന് ചോദിച്ചാൽ, നമ്മൾ ഇസ്ലാമിന്റെ ആദർശം ജനങ്ങളോട് പറയാത്തത് കൊണ്ടാണ്. നമ്മൾ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശം പറയാത്തത് കൊണ്ടാണ്. നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പോയി ഏകനായ റബ്ബിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് നിങ്ങളുടെ മാതാവിനോട് നിങ്ങൾ പറഞ്ഞു നോക്ക്, നിങ്ങളുടെ പിതാവിനോട് നിങ്ങൾ പറഞ്ഞു നോക്ക്, നിങ്ങളുടെ ഭാര്യയോട് നിങ്ങൾ പറഞ്ഞു നോക്ക്, നിങ്ങളുടെ മക്കളോട് നിങ്ങൾ പറഞ്ഞു നോക്ക്, നിങ്ങളുടെ കുടുംബക്കാരോട് നിങ്ങൾ പറഞ്ഞു നോക്ക്. നിങ്ങളായിരിക്കും ആ കുടുംബത്തിലെ കുഴപ്പക്കാരൻ, നിങ്ങളായിരിക്കും ആ കുടുംബത്തിലെ പ്രശ്നക്കാരൻ, നിങ്ങളായിരിക്കും ഐക്യം തകർത്തവൻ. ഇതൊന്നും ഇന്നും ഇന്നലെയും പറയുന്നതല്ല. പ്രവാചകന്മാരുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ അവരെല്ലാവരും എല്ലാ സ്വഭാവങ്ങളും പൂർണ്ണമായും 100% എല്ലാ സ്വഭാവവും നല്ല സൽസ്വഭാവങ്ങളുടെയും ഉടമയായിരുന്നു. പക്ഷേ ഇത് ജനങ്ങളോട് പറഞ്ഞു കൊടുക്കുന്നത് മുതൽ അവർ അവമതിക്കപ്പെടുകയാണ്, അവർ മഹല്ലിൽ കുഴപ്പക്കാരായി മാറുകയാണ്, അവർ കള്ളവാദിയായി മാറുകയാണ്, അവരെ കുറിച്ച് ധാരാളം ആരോപണങ്ങളാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലും അവർ ആരോപിച്ചത്. 40 വയസ്സ് വരെ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു പ്രശ്നവും അവർക്കിടയിൽ ഉണ്ടായിരുന്നില്ല, ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. നമ്മൾ മനസ്സിലാക്കണം, 40ാമത്തെ വയസ്സിൽ വഹയിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളിലേക്ക് മതപ്രബോധനവുമായി ഇറങ്ങിയപ്പോഴാണ് ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പീഡിപ്പിക്കപ്പെട്ടത്, അവിടുന്ന് ഒറ്റപ്പെടുത്തപ്പെട്ടത്, കല്ലെറിയപ്പെട്ടത്. എത്രയെത്ര സംഭവങ്ങൾ പ്രിയമുള്ളവരെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നവരാണെങ്കിൽ, ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ ആദർശം സ്വീകരിക്കുക മാത്രമല്ല, അത് സ്വീകരിക്കാൻ പ്രയാസമില്ല. ഏകനായ റബ്ബിനെ മാത്രമേ ആരാധിക്കൂ എന്ന് പറയാൻ ഒരു പ്രയാസവുമില്ല. അത് ജനങ്ങളോട് പറയാൻ, അത് ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ, അതിനാണ് പ്രിയമുള്ളവരെ ഈമാനിന്റെ ഏറ്റവും അത്യുന്നതമായ ഒരവസ്ഥയിലേക്ക് പ്രിയമുള്ളവരെ നമുക്ക് എത്തിയാൽ മാത്രമേ അതിന് നമുക്ക് സാധിക്കുകയുള്ളൂ. അല്ല എങ്കിൽ നമ്മളെല്ലാവരും നാവടക്കി വെക്കുന്നവരായി മാറും. അതുകൊണ്ട് നമ്മൾ പ്രവാചകനെ സ്നേഹിക്കുന്നവരാണെങ്കിൽ നമ്മൾ യഥാർത്ഥത്തിൽ ഈ ആദർശം സ്വീകരിക്കുന്നതോടുകൂടി ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന പ്രവർത്തനത്തിന്റെയും ആളുകളായി മാറാൻ നമുക്ക് സാധിക്കണം. അതിന് തൗഫീഖ് ഒരുപക്ഷേ എല്ലാവർക്കും ലഭിച്ചുകൊള്ളണമെന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, അൻദിർ അശീറതകൽ അഖ്റബീൻ, നബിയേ അങ്ങയുടെ അടുത്ത കുടുംബങ്ങൾ അവർക്ക് താക്കീത് നൽകി. നബിയേ, അടുത്ത കുടുംബങ്ങളോട് ഈ ആദർശം പറഞ്ഞു കൊടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ. അപ്പൊ പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കണം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ദീന് പറയാൻ തുടങ്ങിയപ്പോഴാണ് പ്രശ്നം ഉണ്ടായത്. അതുകൊണ്ടാണ് അവർക്കിടയിൽ രഞ്ജിപ്പുമായി കൊണ്ടുവന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് അന്നാട്ടിലുള്ള മുശ്രിക്കുകളായ ആളുകൾ രഞ്ജിപ്പുമായി വന്നിട്ടുണ്ട്. എന്താ പറഞ്ഞത്? മുഹമ്മദേ, നിന്റെ ആദർശം അതനുസരിച്ച് നിനക്ക് ജീവിക്കാം, ഒരു പ്രശ്നവുമില്ല. നിന്റെ ആഘോഷങ്ങളൊക്കെ നിനക്ക് നടത്താം, ഞങ്ങൾ അതിന് സഹകരിക്കും. നിന്റെ ആഘോഷങ്ങളുമായി ഞങ്ങൾ സഹകരിക്കും. ഞങ്ങളുടെ ആഘോഷങ്ങൾ നടക്കുമ്പോൾ നീ ആ ആഘോഷങ്ങളിൽ വിശ്വസിക്കണം എന്നില്ല, ഒന്ന് വന്നാൽ മതി,
നീ ഒന്ന് വന്നാൽ മതി, വേറൊന്നും നീ ചെയ്യേണ്ടതില്ല. നമുക്ക് പരസ്പരം നമ്മുടെ ആദർശങ്ങൾ അനുസരിച്ച് ജീവിക്കാം. പക്ഷേ ഒരു സമന്വയം നമുക്കാകാം, ഒന്ന് ഐക്യത്തിന് പോകാം. അങ്ങനെ നമ്മൾ ചിന്തിക്കാറുള്ളത്. ഒരു ഐക്യത്തിൽ പോയാൽ എന്താണ്? ഇതൊക്കെ ഒരു ഐക്യത്തിന് പോകേണ്ടതല്ലേ? എന്നാൽ പ്രിയമുള്ളവരെ, ഈ ഐക്യത്തിന്റെ സംസാരവുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്ന അവിടുത്തെ പ്രധാനികളായ ആളുകൾ, ആ ആളുകളോട് പടച്ച റബ്ബാണ് മറുപടി കൊടുക്കുന്നത്. ഖുൽ നബിയെ പറയുവവരോട്, യാ അയ്യുഹൽ കാഫിറൂൻ, ഓ നിഷേധികളായ ആളുകളെ, ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കുകയില്ല. കണ്ടോ, നിങ്ങൾ ആരാധിക്കുന്നതിന് ഞാൻ ആരാധിക്കൂല, ഞാൻ ആരാധിക്കുന്നതിന് നിങ്ങളും ആരാധിക്കാൻ പോണില്ല. കണ്ടോ, ലക്കും ദീനുക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, വലി എനിക്ക് ദീനി എന്റെ മതം, വലിയ ദീൻ എനിക്ക് എന്റെ മതം. ആദർശത്തിന്റെ ഒരു ഐക്യമൊന്നും ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. പരസ്പരം ഒരു സമന്വയമൊന്നും ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. ഇസ്ലാമിന്റെ ആദർശം അത് വേറിട്ട് തന്നെ നിൽക്കും. അല്ലാതെ ഒരു ഐക്യത്തിന്റെ ശബ്ദം എന്താ ഒരു നബിദിനാഘോഷം കഴിച്ചാല് നമ്മളൊരു മുസ്ലിമിന്റെ ഒരു മൊത്ത ആഘോഷമല്ലേ, എന്താ ഒരു റാലി പോയാല് ഇസ്ലാം അനുവദിക്കുന്നില്ല. ഇസ്ലാം പഠിപ്പിക്കാത്ത ആഘോഷമാണോ, ഇസ്ലാമിന്റെ ആദർശത്തിനെതിരായതാണോ, ഒരു നിലക്കും അതിനോട് സഹകരിച്ചു പോകാൻ ഇസ്ലാം അനുവാദം നൽകുന്നില്ല. അത് ഇസ്ലാമിന്റെ പേരിൽ കടത്തിക്കൂട്ടപ്പെട്ടതാണെങ്കിലും ശരി, അല്ലാത്ത മറ്റു ഇതര മതങ്ങളുടെ ആഘോഷങ്ങളാണെങ്കിലും ശരി, അതിനോടൊരു നിലക്കും സഹകരിക്കാൻ ഇസ്ലാം അനുവാദം നൽകുന്നില്ല. എന്ന കുറെ ആൾക്കാരത് ചെയ്യണില്ലേ, അതൊന്നും ഇസ്ലാമിൽ രേഖയല്ല. കുറെ ആളുകൾ മദ്യപിക്കുന്നവരുണ്ടാകാം, മുസ്ലിം നാമധാരികൾ, അതുകൊണ്ട് എല്ലാവർക്കും മദ്യപിക്കാനാണോ? അല്ല. കുറെ ആളുകൾ ലഹരി ഉപയോഗിക്കുന്നവരുണ്ടാകാം, അതിനനുസരിച്ച് ലഹരി ഉപയോഗിക്കാനാണോ? അല്ല പ്രിയമുള്ളവരെ. അതുകൊണ്ട് ഇസ്ലാമിന് ഇസ്ലാമിൻ്റെതായ എല്ലാവിധ പ്രത്യേകതകളും അതിൻ്റെതായ വ്യതിരക്തതയുണ്ട്. അതനുസരിച്ചുകൊണ്ടേ നമുക്ക് ജീവിക്കാൻ പാടുള്ളൂ. നമുക്കൊരു നല്ലതല്ലേ നിലക്ക് ഒന്നും നമ്മുടെ ഇഷ്ടാനുസരണം മതത്തിൽ ചെയ്യാൻ പാടില്ല. അത് നമ്മൾ അടിവരയിട്ട് കൊണ്ട് മനസ്സിലാക്കണം. അതാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം. അതാ പ്രവാചകൻ സ്വല്ലല്ലാഹു അടുക്കലേക്ക് ദഅവത്ത് നടത്തിക്കൊണ്ടിരിക്കെ എന്തിനാണ് ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത്? എന്തിനാണ് ഐക്യം തകർക്കുന്നത്? എന്തിനാണ് കുടുംബങ്ങൾ തമ്മിൽ പ്രശ്നം ഉണ്ടാക്കുന്നത്? അനക്ക് അന്റെ മതമായിട്ടാണ് പോയാ പോരെ, എന്തിനായി ഇങ്ങനെ ജനങ്ങളോട് പറയുന്നത് അല്ലേ എന്ന് പറയുന്ന എത്രയോ ആളുകളുണ്ട്. എന്നാൽ പ്രിയമുള്ളവരെ, അങ്ങനെ പറയണമെന്നാൽ എന്തിനാ ഇത് പറയുന്നത്? നാളെ പരലോകത്ത് വിജയിക്കുന്നവർ ഒരേ ഒരു വിഭാഗമാണ്. ഏതാണ് ആ വിഭാഗം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാനും എന്റെ സഹാബത്തും അവർ എന്താണോ മതമായി ആചരിച്ചത് അത് ആചരിക്കുന്നവർ. കണ്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സമുദായം, എന്റെ സമുദായം ജൂതനും ക്രൈസ്തവനും ഭിന്നിച്ചു പോയതിനേക്കാൾ ഒരുപടി മുന്നിലായി. 73 കക്ഷികളാകും, കുല്ലുഹും ഫിന്നാർ. കണ്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, 73 കക്ഷികളായാലും എല്ലാരും സ്വർഗത്തിൽ തന്നെ നല്ല പറഞ്ഞത്. കുല്ലുഹും ഫിന്നാർ ഇല്ലാ മില്ലത്തൻ വാഹിദ, എല്ലാവരും നരകത്തിലാണ്, ഒരു വിഭാഗം ഒഴികെ മറ്റെല്ലാവരും നരകത്തിലാണ് എന്ന് പറഞ്ഞത് വഹയ്യ് മുഖേന ദീന് സംസാരിച്ച നമ്മുടെ കേരളിന്റെ കഷ്ണമായ നബിയുന വഹബീബുന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. ഏതെങ്കിലും സാധാരണക്കാരന്റെ വാക്കല്ല. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമാണ് പറഞ്ഞത്, എന്റെ സമുദായം ജൂതൻ കക്ഷികളായി പിരിഞ്ഞതിനേക്കാൾ, ക്രൈസ്തവൻ കക്ഷികളായി പിരിഞ്ഞതിനേക്കാൾ ഒരുപടി മുന്നിൽ നിന്ന് 73 കക്ഷിയാകും. അവർ 71, 72 ആയത്. എന്റെ സമുദായം 73 കക്ഷികളാകും. കുല്ലുഹും ഫിന്നാർ, എല്ലാവരും നരകത്തിലാണ്. ഇല്ലാ മില്ലത്തൻ വാഹിദ, ഒരൊറ്റ വിഭാഗം ഒഴികെ. ആരാണ് ആ വിഭാഗം? ഏതെങ്കിലും സംഘടനയാണോ? ഏതെങ്കിലും ഗ്രൂപ്പാണോ? അല്ല, ഒരു നിലപാട് സ്വീകരിക്കുന്നവരാണ്. ഒരു നിലപാട്, മതരംഗത്ത് ഈ ഒരു നിലപാടാണ് നമുക്കുണ്ടാകേണ്ടത്. ഈ ഒരു നിലപാടാണ്. ഏതാണ് ആ നിലപാട്? സഹാബത്ത് ചോദിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, നബിയെ, ആരാണ് ആ ഒരു കക്ഷി ആരാണ്? ഒരു വിഭാഗമല്ലാത്ത എല്ലാരും നരകത്ത് പോകും എന്ന് പറഞ്ഞപ്പോൾ സഹാബത്ത് ചോദിക്കാണ്, ആരാണ് നബിയെ ആ ഒരു കക്ഷി? സ്വർഗത്ത് പോണ ആ ഒരു കക്ഷി ആരാണ്?
നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ അന അലൈഹിൽ യൗമ വസ്ഹാബി, ഞാനും എന്റെ സഹാബത്തും ഇന്ന് ഏതൊരു വിശ്വാസമാണോ, ഏതൊരാചാരമാണോ മതമായി കൊണ്ട് വിശ്വസിക്കുകയും ആചരിക്കുകയും ചെയ്യുന്നത്, അത് മതമായി വിശ്വസിക്കുന്നവർ, അത് മതമായി ആചരിക്കുന്നവർ, അവരാണ് സ്വർഗത്തിൽ പോകുന്ന കക്ഷികൾ. അവരെയാണ് അഹ്ലുസുന്ന വൽ ജമാഅ എന്ന് പറയുന്നത്. അല്ല അവിടുത്തെ കുറെ പാരമ്പര്യം പറഞ്ഞടക്കലല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ച ദീനായി കൊണ്ട് സ്വീകരിക്കുന്നവർ, അല്ലാതെ കാലകീലകൾ സ്വീകരിക്കുന്നവരല്ല. അവരാണ് ആ സ്വർഗത്തിൽ പോകുക എന്നുള്ളതാണ്. അതാണ് പ്രിയമുള്ള ഒരു മതത്തിന്റെ നിലപാട്, അതാണ് ദീനിന്റെ നിലപാട്. എത്ര കക്ഷിത്വങ്ങൾ ഉണ്ടായാലും, എത്ര ഗ്രൂപ്പുകൾ ഉണ്ടായാലും, ഈ ഗ്രൂപ്പ് ഒന്നും എനിക്ക് വേണ്ട എന്ന് പറയലല്ല. ഞാനും എന്റെ സഹാബത്തും എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ കക്ഷിയിൽ ഉൾപ്പെടുന്നുണ്ടോ, അതാ നമ്മൾ പരിശോധിക്കേണ്ടത്. അവർക്ക് സ്വർഗമുണ്ട്, അവരാ സ്വർഗത്തിൽ പോകുന്ന ആളുകൾ, അത് നമ്മൾ തിരിച്ചറിയണം. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുന്നതാണ്, എന്റെ വിശ്വാസം എന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വിശ്വാസമാണോ, സഹാബത്തൊക്കെ വിശ്വസിച്ച വിശ്വാസമാണോ? ഞാൻ ചെയ്യുന്ന മതത്തിന്റെ ആചാരങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രൂപത്തിലാണോ, സഹാബത്ത് പഠിപ്പിച്ച രൂപത്തിലാണോ? എങ്കിൽ നമ്മൾ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗത്തിലാണ്. അവരാണ് സ്വർഗത്തിൽ പോകുന്ന കക്ഷികൾ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ ഒരു നിലപാട് സ്വീകരിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ 40-ാമത്തെ വയസ്സ് മുതൽ 63-ാമത്തെ വയസ്സ് വരെ, അഥവാ 23 വർഷക്കാലം കൊണ്ട് അവിടുന്ന് പഠിപ്പിച്ച ദീൻ, അതാണ് ദീൻ, അതാണ് ദീൻ. അതാണ് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ അടുക്കലൂടെ നടന്നു പോകുമ്പോൾ പറഞ്ഞു, എല്ലാ മനുഷ്യരുടെയും വാക്കുകളിൽ തള്ളേണ്ടതും കൊള്ളേണ്ടതും ഉണ്ടാകും, ഈ ഖബറിൽ കിടക്കുന്ന വ്യക്തിയുടെ ഒഴികെ. ഉണ്ടോ? ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറയാ, എല്ലാ മനുഷ്യരുടെയും വാക്കുകളിൽ തള്ളേണ്ടതും കൊള്ളേണ്ടതും ഉണ്ടാകും, പക്ഷെ ഈ ഖബറിൽ കിടക്കുന്ന വ്യക്തിയുടെ വാക്കിൽ തള്ളേണ്ടതില്ല, എല്ലാം കൊള്ളേണ്ടതാണ് എന്ന് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചോ നബിദിനാഘോഷം നമുക്ക് ചെയ്യാം, ഇല്ലെങ്കിലോ പാടില്ല. സഹാബത്തൊക്കെ നബിദിനാഘോഷം നടത്തിയോ? പാടില്ല, പാടില്ല. പ്രിയമുള്ളവരെ, ദീനിൽ അങ്ങനെ ചെയ്യാൻ ഇസ്ലാമിൽ അനുവാദമില്ല. ഏത് കാര്യാകട്ടെ, മാലിം മൗലൂദും റാത്തീബും കുത്തുബിയത്തും ബച്ചിപ്പാട്ടും കപ്പപ്പാട്ടും കുപ്പിപ്പാട്ടും മതത്തിന്റെ പേരിൽ കടന്നു വരുമ്പോൾ എങ്ങനെയാണ് ഒരു മുഅ്മിനായ മനുഷ്യൻ ഇത് തിരിച്ചറിയേണ്ടത്? എന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മൗലൂദുകൾ ചൊല്ലിയിട്ടുണ്ടോ, സഹാബത്ത് ചൊല്ലിയിട്ടുണ്ടോ? എങ്കിലും നമുക്ക് ചെല്ലാം, അല്ലെങ്കിൽ ചെല്ലാൻ പാടില്ല. അതാ ദീൻ, അതാണ് ദീൻ. ആ ഒരു നിലപാട് സ്വീകരിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ ഫലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ നബിയ്യിനാ മുഹമ്മദിൽ അമീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. മാ ബഅദ്. വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് നമുക്ക് സൂറത്തുൽ കഹ്ഫിന്റെ അവസാനത്തെ ആയത്തിൽ നമുക്ക് കാണാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാണ് എന്ന് അല്ലാഹ് പറയാൻ, ഖുൽ, നബിയെ പറഞ്ഞു കൊടുക്കവരോട്, ഇന്നമാ അന ബശറും മിസ്ലുക്കും, തീർച്ചയായും ഞാൻ നിങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യനാണ്. നമ്മളെപ്പോലുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലെ കണ്ണും കാതും കയ്യും കാലൊക്കെ ഉള്ള മാനുഷികമായ വികാരങ്ങളുള്ള, ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ വിശക്കുന്ന, ഭക്ഷണം കഴിച്ചാൽ വിശപ്പ് മാറുന്ന അങ്ങനെയുള്ള ഒരു മനുഷ്യനാണ്. അല്ല, നമ്മളെപ്പോലുള്ള സാധാരണ മനുഷ്യനാണ് എന്നല്ല അല്ലാഹ് പറഞ്ഞത്. എന്നിട്ട് അല്ലാഹ് പറയുന്നത്, യൂഹാ ഇലയ്യ, പക്ഷേ എനിക്ക് വഹ്യ് നൽകപ്പെടുന്നുണ്ട്. ഇത് നമുക്ക് ആർക്കും ഇല്ലാത്തതാണ്. അതാണ് ആ മനുഷ്യന്റെ, ആ പ്രവാചകന്റെ പ്രത്യേകത. കണ്ടോ, ഇന്നമാ അന ബശറും മിസ്ലുക്കും. ഖുർആൻ പറയാം, സൂറത്തുൽ കഹ്ഫിന്റെ അവസാന ആയത്തിൽ കാണാം, ഖുൽ, നബിയെ പറയൂ അവരോട്, ഇന്നമാ അന ബശറും മിസ്ലുക്കും, തീർച്ചയായും ഞാൻ നിങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യൻ മാത്രമാണ്. യൂഹാ ഇലയ്യ, എന്നിലേക്ക് വഹ്യ് നൽകപ്പെടുന്നുണ്ട്. എന്താണ് വഹ്യ് നൽകപ്പെടുന്നത്? അന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ്,
നിങ്ങളുടെ രക്ഷിതാവ്, നിങ്ങളുടെ ഇലാഹ് ഏകനായ അല്ലാഹുവാണ്, ഏകനായ ഇലാഹാണ്. ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി, നിങ്ങളിൽ ആരാണോ അല്ലാഹുവിനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നത്, ആരാണോ റബ്ബിനെ നാളെ പരലോകത്ത് തന്റെ നഗ്നമായ നേത്രങ്ങൾ കൊണ്ട് കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നത്, ഫല്യഅമൽ അമലൻ സ്വാലിഹാ, അവൻ സൽക്കർമ്മങ്ങൾ ചെയ്തു കൊള്ളട്ടെ, അവൻ അമലു സ്വാലിഹാത്തുകൾ ചെയ്തു കൊള്ളട്ടെ. വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ, അവന്റെ രക്ഷിതാവിൽ അവൻ ഒരാളെയും പങ്കുചേർക്കാതിരിക്കുകയും ചെയ്യട്ടെ. ആ ഏകനായ റബ്ബിൽ ഒരാളെയും പങ്കുചേർക്കാതിരിക്കുകയും ചെയ്യട്ടെ. അള്ളാഹിനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കണ്ടോ. അപ്പോ അള്ളാഹു പ്രവാചകൻ ക്ലാസിനെ കുറിച്ച് പറഞ്ഞെന്താ? നബിയെ പറഞ്ഞു കൊടുക്കവരോട്, ഞാനിങ്ങനെ ഒരു അമാനുഷികനായ വ്യക്തിയൊന്നല്ല, നിങ്ങളിങ്ങനെ പറയുന്നതൊക്കെ ചെയ്യാൻ പറ്റുന്ന, അങ്ങനെ പലതും അവർ ആവശ്യപ്പെട്ടിരുന്നു. മക്കയിലെ മുശ്രിക്കുകൾ ആവശ്യപ്പെട്ടത്, നബിയെ അങ്ങൊന്ന് ആകാശത്തിലേക്കൊന്ന് കയറിപ്പോ, എന്നിട്ട് അവിടുന്ന് ഒരു ഖുർആനിന്റെ ഇറക്കിക്കൊണ്ടേ ഒരു പുസ്തകം, എന്നിട്ട് എനിക്കൊന്ന് വായിച്ചുകൊണ്ട, അല്ലെങ്കിൽ ഞങ്ങളുടെ വലതു ഭാഗത്തൊരു തോട്ടം, ഇടതു ഭാഗത്തൊരു തോട്ടം, അതിന് വരട്ടെ, അതിന്റെ ഇടയിൽ കൂടെ ഒരു അരുവി ഒഴുക്കിക്കൊണ്ട കണ്ടോ. അപ്പോഴൊക്കെ അള്ളാഹു മറുപടി പറയാൻ, ഇതൊക്കെ ആവശ്യപ്പെടുന്നവരോട് നബിയെ പറഞ്ഞു കൊടുക്ക്, മാ കുന്തു ഇല്ലാ ബശറ റസൂലാ, സുബ്ഹാന റബ്ബി, എന്റെ രക്ഷിതാവ് എത്ര പരിശുദ്ധനാണ്. മാ കുന്തു ഇല്ലാ ബശറ റസൂലാ, ഞാനൊരു മനുഷ്യനായ പ്രവാചകനല്ലയോ. നബിയെ പറ അവരോട്, ഇതൊന്നും എനിക്ക് ചെയ്യാൻ കഴിയില്ല. കണ്ടോ, നിങ്ങൾ ഈ പറയണൊന്നും എനിക്ക് ചെയ്യാൻ കഴിയില്ല. സുബ്ഹാന റബ്ബി, അല്ലാഹ് എത്ര പരിശുദ്ധനാ. മാ കുന്തു ഇല്ലാ ബശറ റസൂലാ, ഞാനൊരു മനുഷ്യനായ പ്രവാചകനല്ലേ. അത് സുഹൃത്തുക്കളെ, മനുഷ്യനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാ ഇസ്ലാം പഠിപ്പിച്ചത്. എന്നാൽ ആ പ്രവാചകന് വഹ്യ് നൽകപ്പെടുന്നുണ്ട്. അതാണ് ആ പ്രവാചകനെ വ്യതിരക്തമാക്കുന്നത്, അതാണ് പ്രവാചകന്മാരെ മുഴുവൻ വ്യതിരക്തമാക്കുന്നത്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നമ്മൾ പഠിക്കണം, അറിയണം. അവിടുന്ന് പഠിപ്പിച്ചതെന്തോ അത് മാത്രമേ ദീനിൽ പ്രിയമുള്ളവരെ അനുവദിക്കപ്പെടുന്നുള്ളൂ. നമുക്ക് തോന്നിയതൊന്നും ദീനല്ല, അത് നമ്മൾ മനസ്സിലാക്കണം. ആ നിലയ്ക്ക് ദീന് പഠിക്കാൻ നമ്മൾ തയ്യാറാവുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കത്തിജ്വലിക്കുന്ന നരകത്തിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഈ ലോകത്തോട് വിട പറയുമ്പോൾ ഈമാനോടുകൂടി വിട പറയുന്ന സ്വാലിഹീങ്ങളായ ആളുകളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഇന്ന് വിട പറഞ്ഞു പോയ വിശ്വാസികളായ ധാരാളം സഹോദരി സഹോദരന്മാരുണ്ട്. അവരുടെ ഖബറുകളെ അള്ളാഹു വിശാലമാക്കുകയും അവരെയും നമ്മയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗങ്ങൾ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന, പ്രത്യേകമായി പ്രാർത്ഥിക്കാൻ വേണ്ടി വസിയത്ത് ചെയ്തിട്ടുള്ള ധാരാളം സുഹൃത്തുക്കളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. കച്ചവടങ്ങളും ഇടപാടുകളിലും അള്ളാഹു ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم.